ഒരു ചെടി നടാൻ പോവുകയാണ് കേട്ടോ. അത് ഈ ചെടി ഇതാണ് നമ്മൾ ഇതിൽ നടാൻ പോകുന്നത്. ഈ ഒരു പുതിയ ചട്ടിക്ക് മാറ്റി നടുകയാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നടണമെന്ന് ഉള്ള ഒരു ഫുള്ള് വീഡിയോ ആണ്, ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, ഒരു 4-5 മിനിറ്റുള്ള അത്ര ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ തന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ. ആ ചട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യട്ടോ. അപ്പോൾ കമൻറ്റ് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഒന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് മണ്ണ്, കുറച്ച് കാലിവളം ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ കുറച്ച് ഉണങ്ങിയ ഇലകൾ, കരിയില ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് ഇതിൽ വളങ്ങളൊന്നും ചെയ്യണില്ല. നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യണ പറഞ്ഞാൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. ഓടിൻ്റെ നിർബന്ധമായിട്ട് നമ്മൾ ഒരു ചട്ടി നിറക്കുമ്പോൾ മറക്കാതെ പോകേണ്ട കാര്യമാണ് ഈ ഓടിൻ്റെ കഷ്ണം. ഓടിൻ്റെ കഷ്ണം ഇട്ടില്ലെങ്കിൽ ഇതിൽ വെള്ളം കെട്ടിന്ന് ആ ഒരു ചെടി പറ്റ അങ്ങോട്ട് നശിച്ചു പോകും കേട്ടോ. അതിനാണ് ഈ ഓടിൻ്റെ കഷ്ണം, ആ ഓളുണ്ടല്ലോ ഒരു ഓട്ട, അതിൻ്റെ ആ സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉണങ്ങിയ ഇലകൾ, എന്തിലായാലും വേണ്ടിയില്ല, ഈ ഉണങ്ങിയ നല്ല പച്ച ഇടരുത്. പച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിലൊന്ന് ചീഞ്ഞ് ഇതാവുമ്പോൾ അത് ഒരു ചൂട് വരും. അപ്പോൾ നമ്മൾ ആ ചെടി നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണങ്ങിയ ഇല തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഇടാൻ നിൽക്കുക. പച്ച ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചൂടായിട്ട് ആ ഒരു ചെടിയാണ് നശിച്ചു പോകും. അപ്പോൾ ഇത് നല്ല ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് അമർത്തി ഇങ്ങനെ പൊങ്ങിയിരിക്കണമെങ്കിൽ പൊങ്ങിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗി ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. പല ഇലകളുണ്ട്, മട്ടിൻ്റെ, തേക്കിൻ്റെ, പൊടിയെണ്ണി, പല ഇലകളും ഉണ്ട് കേട്ടോ. പൊടിയെണ്ണി നമ്മളവിടെ പൊടിയെണ്ണി എന്ന് പറയാം, വട്ടയില എന്നും പറയുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആ കവറ് മാറ്റിയിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഇതിൽ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ഉറപ്പിച്ചല്ല, ഒന്ന് മണ്ണ് സൈഡിലൊക്കെ ഒന്ന് മണ്ണ് കോരിയിട്ട് ഒന്ന് നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്, വേറെ ആരുമില്ല, അതുകൊണ്ടാണ് നമ്മളൊന്ന് മണ്ണിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മണ്ണിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് സൈഡ് ഇവിടുത്തെ മണ്ണ് കുറച്ച് ചരല് കൂടിയ മണ്ണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വളം നമ്മൾ നല്ല ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ കല്ലുണ്ടെങ്കിൽ നമുക്ക് അതിലത്ര മണ്ണിൻ്റെ ഇത് കുറയുമല്ലോ. അപ്പോൾ ഇതല്ലേ, ഇതൊക്കെ ഇതുപോലെ കല്ലുകളാണ്. ഒന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതാവും. പക്ഷേ ഈ ഇലച്ചെടിക്ക് നമ്മൾ അങ്ങനെ വളം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് വലിയ നോട്ടമില്ലെങ്കിലും അത് അങ്ങനെ നല്ല വളർച്ച, നമുക്ക് പൂവുണ്ടാകുന്ന ചെടിക്കാണ് നമുക്ക് ഈ നല്ല വളം ഇതൊക്കെ വേണ്ട. ഇതിന് നമുക്ക് അത്ര ഒരു കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക. ഇതിൻ്റെ ഈ ഇല പല കളറുള്ള നല്ലൊരു ചെടിയാണ് കേട്ടത്. ഇതിനൊരു ചെരിവുണ്ട്. ഒന്ന് നമ്മൾ ഫസ്റ്റ് ഇത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ചെരിവുകളൊക്കെ തീർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയാവും. വളമൊക്കെ ഒന്ന് തീർത്ത്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെടിയുണ്ട് കേട്ടോ. ഇത് ഇതും ഇതുപോലെ തന്നെ ചട്ടിയിലാക്കേണ്ടതാണ്. നമ്മളിവിടെ ഒരുപാട് ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു
30 ചട്ടികൾ നമ്മൾ തേങ്ങ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.